തഞ്ചാവൂര് പോയപ്പോൾ ഞാൻ ഒരു പാട്ട് പാടിയിരുന്നു. അപ്പോൾ അത് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മധുരയ്ക്ക് പോകുമ്പോൾ ഞാൻ തിരുത്തി പാടിത്തരാം. മധുരയ്ക്ക് പോകാതെടി അകമല്ലിപ്പൂ കണ്ണ വയ്ക്കും, തഞ്ചാവൂർ പോകാതെടി തല ആട്ടമാ ബൊമ്മ നിൽക്കും. അപ്പം നമ്മൾ ആ മധുരയ്ക്കാണ് പോകുന്നത്. മധുരയ്ക്ക് പോണ വഴിയിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 110 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു പാർട്ടിയുടെ വഴി തടയൽ സമരമാണ്. 1 മണിക്കൂറായിട്ട് വണ്ടികൾ മുഴുവൻ ബ്ലോക്ക് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടാവില്ലേ. 15 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യും. 6 ഈ സൈഡ് ഇവിടെ ഇപ്പോൾ ഡയറക്റ്റ് ചെയ്ത് വിടുന്നുണ്ട് വണ്ടി. പോലീസ് വന്നോ? അല്ലേ, വളരെ ചെറിയ വഴിയാണ്. അത് നമ്മളിങ്ങനെ ശങ്കിച്ച് നിന്നത്. അവിടെ നിന്ന് എങ്ങാനും ഒരു വണ്ടി വരുമ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാൻ മാത്രം പോലും വീതിയില്ലാത്തൊരു വഴിയാണ്. എന്തായാലും 1 മണിക്കൂർ നേരമായിട്ടും വണ്ടി കടത്തി വിടുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഇനിയും സമയം എടുക്കും തോന്നണേ. നല്ല ബ്ലോക്കായി. ബസ് വരെ പോയിട്ടുണ്ട്. നമുക്ക് ഇവരോടും ചോദിക്കണം നല്ല വഴിയാണോ. എന്തായാലും പോയി നോക്കാം. നമ്മുടെ മണ്ണുത്തി ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഇതുപോലത്തെ ഇങ്ങനെ പാടത്തിന്റെ നടുക്കി കൂടെ പോകുന്ന വഴികളുണ്ട്. അതുപോലത്തെ മനോഹരമായ വഴി. നമ്മുടെ മണ്ണുത്തി ഭാഗത്ത് ഇങ്ങനത്തെ വഴികൾ ഒരുപാടുണ്ട് കേട്ടോ. എന്ത് രസാ നോക്ക്. ഈ കരിവേപ്പ് മരം ഇവിടുത്തെ ഒരു ഇതാന്ന് തോന്നുന്നുണ്ടല്ലേ. എവിടെ ചെന്നാലും എല്ലാം ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലുണ്ടല്ലേ ഈ അരിവേപ്പ്. മധുരയിലുള്ള ഗ്രാമങ്ങളിലെ വീടുകളുണ്ടോ? മധുര എത്തിയിട്ടില്ല. ഏതൊക്കെയോ അറിയപ്പെടാത്ത ഏതൊക്കെയോ വഴികൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നു. അത് നമുക്ക് പശുക്കളും മിക്ക വീടുകളിലുണ്ട് കേട്ടോ. പശു, ആട്, ടെറസ് വീടുകളാണ്, ചെറിയ ചെറിയ വീടുകൾ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മുഴുവൻ ഇങ്ങനെ പച്ചപ്പ് മാത്രം. കാറ്റൊന്നും ഇല്ല കേട്ടോ. അവിടെ കാറ്റുണ്ടോ നോക്കട്ടെ. ചെറിയൊരു തണുത്ത കാറ്റുണ്ട്. ഒരു കാര്യം ചെയ്യാം, AC ഓഫ് ചെയ്ത് കുറച്ച് ഫ്രഷ് എയർ കാറൊന്ന് ക്ലീൻ ചെയ്യാം. ചൂടൊന്നും ഇല്ല കേട്ടോ, ചൂടൊന്നും ഇല്ല. കാണുമ്പോൾ നല്ല വെയിലുള്ള പോലെ തോന്നുന്നു. ഇത് മൾബറി ചെടി. വേറൊരു ടൈപ്പ് ആട് അല്ലേ, കഴുത്തില് 2 മണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളവിടെ കാണാത്ത ടൈപ്പ്. നമ്മള് ഏതൊക്കെയോ വഴികളിലൂടെ പോവാണ് കേട്ടോ. ഒരു പണ്ടുമ്മ കൂടെയാണ് പോണത്. 2 സൈഡിലും ഇങ്ങനെ ഒരു തരം മുൾപ്പടർപ്പും കുറ്റിക്കാടൊക്കെ ആയിട്ട്. MKR ഏതോ ഒരു പാർട്ടി കാണാൻ തോന്നുന്നു. ഏതൊക്കെയോ ഒരു കുറ്റിക്കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൾബറി ചെടി നമ്മുടെ പെട്ടെന്ന് അല്ല, അത് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. കോട്ടൺ ചെടിയാണോ അത്? ഇത് കോട്ടൺ ചെടിയാണ്. ഓക്കെ ഓക്കെ. ഞാൻ അത് മൾബറിയാന്ന് വിചാരിച്ചിരുന്നത് കേട്ടോ. അല്ല, അത് കോട്ടൺ. ഇതിന്റെ എന്തോ ഒരു ഫുഡ് ഇവിടെ ഭയങ്കര ഫേമസ് അല്ലേ, കോട്ടൺ സീഡ് എടുത്ത് പരുത്തിപ്പാൽ എടുത്തിട്ട് അതിന്റെ പേര് പരുത്തിപ്പാൽ തന്നെ പറയണം. നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് പാടത്തൂടെയായിരുന്നു നമ്മൾ ഇത്ര ഉണ്ടായിരുന്നത് കൃഷി സ്ഥലം. നമ്മൾ വേറൊരു ഗ്രാമത്തിലേക്ക് കാണുന്നു. ആൾക്കാർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സ്വറ പറയുന്ന സ്ഥലവും ഒരു കുളവും നല്ല മനോഹരമായ ഒരു ഗ്രാമം. വീടുകളൊക്കെ പല കളറുകൾ അടിച്ചിട്ട് പച്ച, മഞ്ഞ, ചുവപ്പ്. ലെഫ്റ്റല്ല നമ്മൾ പോകണ്ട, ആ വണ്ടി ലെഫ്റ്റല്ല പോകണം. എനിക്ക് ഒരു ഉദ്ദേശം വെച്ച് പോകണം കേട്ടോ. എവിടെയെങ്കിലൊക്കെ ചെന്ന് എത്തും നമ്മൾ. അതുപോലെ ഡിസൈനുകളും പല ഡിസൈനുകൾ. അപ്പോൾ ആ വീടുകൾ ബ്രൈറ്റ് കളേഴ്സാണ്, ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് വരിക. അതോ വയലറ്റ്, മഞ്ഞ, അതവിടെ വേറൊരു പച്ച. കണ്ടോ, അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ ഓരോ വീടും തമ്മിലുള്ള ഇതും അകലവും അധികമില്ല കേട്ടോ. വീടിൻ്റെ മേലേക്ക് മറ്റൊരു വീടിൻ്റെ മേലേക്ക് നമുക്ക് ചാടി നടക്കാനൊക്കെ പറ്റും. അത് അമ്പലങ്ങൾ നോക്കാം. അമ്പലങ്ങൾ ഫുൾ കളർഫുള്ളാണ്, പറയണ്ട. ഈ ബസ്സെങ്ങാനും നമ്മൾക്കെതിരെ വന്നിരുന്നെങ്കിൽ നമ്മൾ കുടുങ്ങിയേനെ കേട്ടോ, ശരിക്കും കുടുങ്ങിയേനെ. അങ്ങനെ നമ്മൾ സമരക്കാരെ പറ്റിച്ച് സൈഡിൽ കൂടെ ഊട് വഴി വെച്ച് നമ്മൾ കടന്നു കേട്ടോ. നമ്മൾ മെയിൻ റോഡിലേക്ക് തന്നെ എത്താൻ പോകണം. ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത്. നാളെ മധുരയിലെ ചില വ്യത്യസ്തമായ ചില ഭക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോയിലെ തെറ്റുകളും കുറവുകളും ഒന്നും നോക്കാണ്ട് കണ്ണും പൂട്ടി ലൈക്ക് തരുന്ന ഓരോരുത്തർക്കും